ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ഒരു വൺ ഡേ ടൂർ പോവാം കേട്ടോ. അപ്പോൾ ട്രാവലറിലാണ് പോകുന്നത്. ഞങ്ങളൊരു 10-17 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിക്ക് ആണ് പോകാൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 7 മണിക്ക് പോകണമെങ്കിൽ ഞാനൊരു 4:30 ആകുമ്പോഴത്തേനും എഴുന്നേൽക്കണമല്ലോ. അങ്ങനെ ഞാൻ 4:30 ആകുമ്പോഴത്തേനും എഴുന്നേറ്റ് പിന്നെ രാവിലത്തെ ചായയൊക്കെ ആക്കി. പിന്നെ ഇന്ന് വെള്ളയപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്കി ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുഞ്ഞുമോൾ ഇന്ന് അധികം ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ ഞങ്ങളെ. അവൾ ഇന്ന് ഒരു 5:30 ആകുമ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വിളിക്കേണ്ടതൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിന് ഈ ഒരു വഴിയിലല്ല കേട്ടോ, ഞങ്ങൾ സാധാരണ വേറൊരു വഴിയിലാണ് അമ്പലത്തിലേക്ക് വരാറുള്ളത്. അമ്പലത്തിലേക്ക് വരാൻ ഒരു 3-4 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി ഞങ്ങൾ സാധാരണ തിരിച്ചു പോകുമ്പോഴാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അതിൽ വരുമ്പോഴാണ് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ മുല്ലപ്പൂ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ കവാടത്തിലെത്തിയിട്ടോ അങ്ങോട്ടേക്ക് കയറുകയാണേ. പിന്നെ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടുന്ന് കേട്ടോ പ്രസാദം കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പ്രസാദം കഴിച്ചില്ല, തൊഴുത് വന്നതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കുറേ ചോറൂണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു മക്കളിങ്ങനെ മുണ്ടൊക്കെ കൊടുത്തിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുഞ്ഞുമോൾക്ക് ചോറ് കൊടുക്കുമ്പോഴും അതുപോലെ മുണ്ടൊക്കെ കൊടുത്തിട്ട് വേണം ചോറ് കൊടുക്കാനായിട്ടെന്ന്. പക്ഷേ അത് പറ്റിയില്ല കേട്ടോ. ഞാൻ അന്ന് പട്ടുപാവാടയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പട്ടുപാവാടയൊക്കെ ഉടുത്തിട്ടാട്ടോ കുഞ്ഞുമോൾക്ക് ചോറ് കൊടുത്തിരുന്നത്. അത് ഇവിടെ നിന്നല്ല, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രസമായിട്ടോ ഇവിടെ ഇങ്ങനെ കാലൊക്കെ കഴുകി പിന്നെ ശുദ്ധിയായിട്ട് വേണം നമ്മളങ്ങ് അമ്പലത്തിലോട്ട് കയറാനായിട്ട്. പിന്നെ കുഞ്ഞുമോളെയും കാല് കഴുകിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു വെള്ളം കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. പക്ഷേ അവൾക്ക് ചെറിയ പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വെള്ളം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അവൾക്ക് പെട്ടെന്ന് തന്നെ അവളെ എടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയിട്ടാ. പിന്നെ അങ്ങോട്ട് അകത്ത് പിന്നെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയത് ഇന്ന് മുത്തപ്പനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. കാണാൻ പറ്റുന്ന ദൈവം എന്നല്ലേ മുത്തപ്പനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് കണ്ടപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് കാണാൻ പറ്റുന്ന. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ്. അങ്ങനെ ബോട്ട് കയറി. പിന്നെ ഈ ഒരു പാലത്ത് കൂടി കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും എടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ബോട്ട് സർവീസ് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ ബോട്ട് സർവീസ് തുടങ്ങിയിട്ട്. ഇത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ 2-3 വട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ട് കയറിയതിന് ശേഷം കുഞ്ഞുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ കുറച്ച് നേരം മാത്രമേ അങ്ങനെ ഇരുന്നിട്ടുള്ളൂ, അടങ്ങിയിരുന്നിട്ടുള്ളൂ സജീവേട്ടൻ്റെ മടിയിൽ. അതിന് ശേഷം പിന്നെ അവൾ ഇറങ്ങി നടത്തായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ആരെയും പരിചയക്കുറവൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഒരു മടിയില്ലാതെ പോയിക്കോളും. പിന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തും പിന്നെ എല്ലാവരുടെ അടുത്തും വലിയ ആളുടെ അടുത്തും ഒക്കെ അവളിങ്ങനെ എന്താ പറയുക, ഒരു പരിചയക്കുറവില്ലാതെ ഓടി നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ സുജേഷിൻ്റെ കൈയൊക്കെ പിടിച്ച് കുറച്ച് നേരം അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പുറകിൽ വരുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അങ്ങ് ദൂരെയായ അമ്പലം കാണുമ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ബോട്ടിൽ കയറാനായിട്ട് 50 രൂപയും കണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടുന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കുഞ്ഞുമോള് ഒരു പ്രശ്നക്കാരിയേ ആയിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവളത്ര പ്രശ്നം ഉണ്ടാക്കാത്തത് കൊണ്ടും പിന്നെ കൂടെയുള്ളവർ നല്ല സപ്പോർട്ടായതുകൊണ്ടും അവരുടെ അടുത്തൊക്കെ തന്നെയായിരുന്നു കുഞ്ഞുമോളെ. ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. അതുപോലെ പിന്നെ കൂടെയുള്ളവരൊക്കെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. ദൂരത്തുനിന്ന് ഇങ്ങനെ അമ്പലം കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ.
അപ്പോൾ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അനാമി ഉള്ളത് കൊണ്ട് തന്നെ പൊന്നൂനും ഒട്ടും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആദ്യം ആരും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് നല്ല സങ്കടമായിരുന്നു. കാരണം പറശ്ശിനിക്കടവ് പോകണമെന്ന് അവൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ. പിന്നെ എക്സാം ആയതുകൊണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനെ എല്ലാവരും കൂടി അല്ലെങ്കിലും നമ്മൾ മാത്രം ഫാമിലി മാത്രമാണെങ്കിലും വരുമായിരുന്നു. പക്ഷേ അങ്ങനെ വരാനിരിക്കുന്ന സമയത്താട്ടോ ഇവരിങ്ങനെ ഒരു ടൂറ് പോകുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സന്തോഷമായി. കാരണം നമ്മൾ മാത്രം വരുന്ന പോലെയല്ലല്ലോ, കുറേ പേര് കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഇതാ ഇവർ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ വെയിലാണെങ്കിലും കുറച്ചും കൂടെ കാണാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര നല്ലൊരു വ്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്നിട്ടാട്ടോ ഉള്ളത്. പിന്നെ കുഞ്ഞുമോളിങ്ങനെ അവിടെയുള്ളൊരു മോൻ്റെ അടുത്ത്, അത് ആരാന്ന് പോലും അറിയില്ല, അവർ നല്ല കൂട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ആ കുഞ്ഞുമാവേൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടാട്ടോ ഇവളിങ്ങനെ നടന്ന് കളിച്ചത്. പിന്നെ അച്ഛനെന്ത് അവിടെ ഒരു കസേരയുള്ളതിൽ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പൊന്നും കുഞ്ഞുമോളും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചുട്ടോ ആ മോൻ്റെ അടുത്ത്. പിന്നെ ആ കുട്ടി അങ്ങ് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ നടക്കലായിരുന്നു കുഞ്ഞുമോളുടെ പണി. പിന്നെ അനാമിയും പൊന്നും കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതിങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, ഭയങ്കര പച്ചപ്പായിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ട് അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് കയറിയിട്ട് മതിയായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് രസമായിരുന്നു, പാട്ടൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അവൾ അധിക സമയം വിബിയേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്ന പോലെ വിബിയേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന അവരുടെ അടുത്ത് പോയി നിന്നിട്ട് അത് പിടിച്ച് തിരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, കുഞ്ഞുമോൾ അവിടെ നിന്ന് പിടിച്ച് മാറ്റാനും ഒക്കെ. പിന്നെ അവരെന്തൊക്കെയോ മോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ എത്താറായിട്ടുണ്ട് കേട്ടോ. അത് അമ്പലം കാണുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിയിട്ടാണ്. പിന്നെ ചിലരൊക്കെ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അവിടുന്ന് പ്രസാദമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ വേഗം പ്രസാദം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ മുറ്റത്തായിട്ടും പരിസരത്തൊക്കെ ആയിട്ട് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നമ്മൾ സാധാരണ നമുക്ക് പേടിയല്ലേ, ഇങ്ങനെ അറിയാത്ത പട്ടികളെയൊക്കെ കാണുമ്പോൾ. ഇവിടുന്ന് ഒന്നിനെയും പേടിക്കണ്ട കേട്ടോ, അവർക്കിങ്ങനെ എല്ലാവരെയും കണ്ട് പരിചയമായതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യൂല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പയറും തേങ്ങയൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അവർ കൊണ്ടുവരുന്നൊരു ചായ, അത് കൊണ്ടുവരുന്ന രീതി ഒക്കത്തിനും ഒരു ഭംഗിയും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ വലത്ത് സൈഡിലായിട്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ദൂരത്തോട്ടായിട്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കുഞ്ഞുമോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഇവിടുന്ന് ഒന്നാമത് നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെയും 2-3 സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ.